ഈ സിനിമയെക്കുറിച്ച് പരിമള ആൻഡ് കോ സിനിമ ഇനി തിയേറ്ററുകളിൽ എത്താനായിട്ട് 4-5 ദിവസങ്ങളാണുള്ളത്. ഇപ്പോഴും എൻ്റെ അടുത്ത് പരിമള ആര് എന്നുള്ളത് ആളുകൾ ചോദിക്കാറുണ്ട്. ഉർവശി മുന്താനെ മുടിച്ച് എന്നുള്ള ഭാഗ്യരാജിൻ്റെ ചിത്രത്തിൽ പരിമളം എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായതുകൊണ്ട് തന്നെ ഉർവശി ആയിരിക്കാം പരിമള എന്ന് പലരും അതല്ലേന്ന് എന്നോട് ചോദിച്ചു. എന്തായാലും അത് തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയ സസ്പെൻസ് ഒന്നുമില്ല എങ്കിൽ പോലും. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഒരു ദിവസം ഈ കേരളത്തിൻ്റെ കഴിഞ്ഞ ഏകദേശം ഒരു 15-20 ദിവസങ്ങളായി ഞങ്ങൾ ഈ ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ഞാൻ പല ഭാഷകളിലായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പരിമള ആൻഡ് കോയിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് പാണ്ഡ്യരാജ് എന്നുള്ള ഡയറക്ടർ തന്നെയാണ്. ഓരോ സിനിമകളും വ്യത്യസ്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നിങ്ങൾ എടുത്തു നോക്കിയാൽ പസംഗ തൊട്ട് കടക്കുട്ടി സിംഗം തൊട്ട് തലവ തലവി തൊട്ട് എല്ലാ സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകളായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം ഈ സിനിമയുടെ തിരക്കഥ ഏകദേശം കുറച്ച് മുമ്പ് എഴുതി വെച്ചതാണ്. അദ്ദേഹം സൂര്യ വെച്ചതെന്ന് തോന്നുന്നു അടുത്ത സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിലേക്ക് ഞാനും ഉർവശിയും എത്തിപ്പെടുകയും ചെയ്തത് വളരെ യാദൃച്ഛികമായിട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ട് നമ്മൾ 80-90 കാലഘട്ടങ്ങളിൽ ഞാനും ഉർവശിയൊക്കെ മലയാളത്തിൽ ചെയ്തിട്ടുള്ള രസകരമായിട്ടുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടില്ലേ, അത്തരം ഒരു സിനിമ തന്നെയാണ് പരിമള ആൻഡ് കോ. പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഇന്ന സമയത്ത് ആദ്യം സംസാരിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഉർവശിയും എന്നെയും വെച്ചിട്ട് ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉർവശിയെടുത്ത് പറയും ഇത് ചെയ്യണോ, അപ്പോൾ ഉർവശി പറയും ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് എല്ലാം പഴയ കാര്യങ്ങൾ തന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അപ്പോൾ ഇദ്ദേഹം കൂടെ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നമ്മൾ ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി ചെയ്യുന്ന ഒരു സീൻ പോലും ഇല്ല കേട്ടോ. ഇതിനകത്തൊരു ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൈലൻ്റായിട്ട് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ തിയേറ്ററിൽ അത് ചിരി കിട്ടിയാൽ അത് സക്സസ്ഫുൾ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാടുണ്ടല്ലേ, ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് പഴയ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ചിരിയായിരുന്നു. ഇപ്പോൾ അടുത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ ഉള്ളൊഴുക്ക്, അയ്യോ പത്രികകള സാർ, ഉള്ളൊഴുക്ക്, അയ്യോ എന്താണ് പെർഫോമൻസ്. അത് കഴിഞ്ഞ് അത് ചെയ്തവർ തന്നെയാണോ ഇതിൽ വന്നിട്ടുള്ള ഓരോ റിയാക്ഷൻ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കും. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക, നമ്മളറിയാതൊരു ഈ ഫാൻ എന്ന് പറയുന്ന പോലെ ഞാൻ അവരുടെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന മുന്നേ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെയല്ലേ നമുക്ക് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അതാണ് പല ഷോട്ടുകളിലും ഞാൻ എൻ്റെ ഡയലോഗ് മറന്നു പോകും. കാരണം അദ്ദേഹം എന്താണ് ചെയ്യണതെന്ന്. കാരണം കുട്ടിക്കാലം തൊട്ട് ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ലേ. അപ്പോൾ അതൊരു ഇങ്ങനെ അതിശയം പോലെ നോക്കിയിരിക്കും. അങ്ങനെ എത്രയോ പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം. മലയാളത്തിൽ തന്നെ എത്ര തിലകൻ ചേട്ടൻ്റെ ഓരോ സീനിലും ചിലപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് മറന്നു പോകും. തിലകൻ ചേട്ടൻ സോറി ഒരു പ്രാവശ്യം കൂടി എടുക്കാം. കാരണം ആ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയലോഗേ മറന്നു പോകും. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. അത് എൻജോയ് ചെയ്യുന്നവരോ ചില സമയങ്ങളിൽ. ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, എങ്കിലും അത് റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പ്രസ് മീറ്റ് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അനന്തയ്ക്ക് അന്ന് തമിഴിൽ തന്നെ സംസാരിച്ച് എല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി ക്ലാസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ തമിഴിൽ ഞാൻ അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, തമിഴ് ഇന്ന് ഞാൻ തമിഴിൽ കലക്കും നോയിക്കോളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ വന്ന് സംസാരിച്ച് പാണ്ഡ്യരാജ് സാറിനൊരു താങ്ക്സ് പറഞ്ഞായിരുന്നു സ്റ്റേജിൽ. എനിക്ക് இந்த மாதிரி ഒരു
ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നല്ല ഒരു പടം എനിക്ക് കൊടുത്ത പാണ്ഡരാജൻ സാറ് സോറി പാണ്ഡരാജരാജരാജരാജൻ സാറേ എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. അത് ആദ്യം ഒരു പാണ്ഡരാജനെ വന്നുള്ളൂ, എന്നിട്ട് സോറി പറഞ്ഞിട്ട് പാണ്ഡരാജരാജരാജരാജൻ സാറേ சாரி. இல்லை எனக்கு ஆக்சுவலாக தெரிஞ்சிச்சு என்ன கேள்வின்ட்டு. பட் நான் வந்துட்டு ஜெயராம் சார் வந்துட்டு அவர் லெஜெண்டரி ஆக்டர் எல்லாருக்கும் தெரியும். பட் நான் வந்துட்டு அவரோட டான்ஸ் வந்து மிகப்பெரிய ரசிகர் நான். பிகாஸ் தமிழில் வந்துட்டு ஏரோப்ளைன் பறக்குது பாரு அது பாட்டு ஒன்று எனக்கு ரொம்ப ரொம்ப பிடிக்கும். ஆக்சுவலாக இங்கே மலையாளத்தில் நீங்கள் சன்னை என்ன படம், நீங்களும் சன்னும் ஒரு படம் பண்ணிக்கல. அதில் பண்ண வேண்டியது நான் சாங்கு. பட் நான் ஆக்சுவலாக டேட் சம்மந்தி இதில் நான் பண்ணல. பட் நான் அப்போ வந்துட்டு காளிதாஸ்கிட்ட சொன்னேன், காளி உன்னை விட உங்கள் அப்பா வந்துட்டு பயங்கரமான டான்ஸரு, அவருக்கு இப்போ உனக்கு பண்ணணும்னு ஆசை இல்லை, எனக்கு அவருக்கு கோரியா பண்ணணும்னு ஆசை. பட் மிஸ் ஆகிடுச்சு. கண்டிப்பாக நெக்ஸ்ட் ஏதாவது மூவியில் பண்ணணுன்னு ஆசைப்பட்டேன். அப்போது இந்த ஆடியோ லான்ச் அப்போ வந்து நான் சாரை கேட்டேன், சார் இது மாதிரி ஒரு கண்டென்ட் இருக்குது சார், பண்ணலாமா, எனக்கு வந்துட்டு உங்களை வந்துட்டு அந்த டான்ஸு ரீக்ரியேஷன் ஆடணும்னு எனக்கு ரொம்ப ஆசைன்னொன்னையும் சார் வந்து பயங்கர எக்ஸைட் ஆகிட்டார். ஐயோ பண்ணலாம் மாஸ்டர்ன்ட்டு. அது வந்து பெருசாக ரிஹர்சல் பண்ணார். ஷோ அந்த அன்றைக்கின்னா அதுக்கு முன்னாடி ஒரு 1 hour முன்னாடி தான் சும்மா லைட்டாக ரிஹர்சல் பண்ணார். அதில் ஸ்டேஜில் வந்தோடனே அது பிளாஸ்ட் ஆகிடுச்சு, ஃபுல் ஹெவி. எல்லாமே அதுதான் இப்போது சோஷியல் மீடியாலாம் போயின்னு வந்து எல்லாருமே வந்துட்டு மெசேஜ் பண்ணி என்னப்பா அவர் இந்த எனர்ஜியாக இந்த நான் வந்துட்டு நீங்கள் அவர் ஆட்டை நான் ரசிக்கிறேன், அவரை டான்ஸை. அந்த ரியாக்ஷனோட பார்க்குறது தான் எனக்கு ரொம்ப ஹாப்பியாக இருந்தது. அவர் கூட அந்த ஸ்டேஜில் அவர் கூட நான் டான்ஸ் ஆனது எனக்கு பயங்கர ஹாப்பி. ജയറാമേട്ടാ അത് അവിടെ നിന്ന് വന്നതിന് മുന്നേ തൊട്ടടുത്തിരുന്ന ആൾ എന്നോട് പറഞ്ഞു പ്ലീസ് 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 പ്ലീസ്, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. லாஸ்டா எஸ் ஆல்ரைட் ட்ரை பண்ணுவோம். இருக்கு நம்மகிட்ட இருக்கு, நான் ட்ராக் வேணா தரேன், நீங்கள் அதை ப்ளே பண்ணுங்க. இல்லை இது ஃபேமிலி ஐடென்டிட்டி தான். என்னுடைய படம் எல்லாமே ஃபேமிலியாக தான் வந்து பார்ப்பாங்க. இது என்னன்னா அதில் கொஞ்சம் என்ன எக்ஸ்ட்ரானா த்ரில்லர். இல்லை கடைக்குடி சிங்கம், நம்ம வீட்டு பிள்ளை, தலைவன் தலைவி எல்லாமே அந்த ஒரு வில்லேஜுக்குள்ளேயே எடுத்திருப்பேன். இது கொஞ்சம் பாலக்காட்டில் உள்ள ஒரு குடும்பம் சென்னை பட்டினம்பக்கத்தில் வாழும்போது அங்கே நடக்கிற ஒரு பிரச்சனைகளை அதுக்கு த்ரில்லராக மாறுது. அதனால் அது த்ரில்லர் ஜேனர் தான். அந்த த்ரில்லரில் வந்து அது ஒரு டார்க் காமெடி டீட்டில் கொடுத்துருக்கேன். என்னுடைய படங்கள் பசங்கள்லேருந்து எல்லாமே ஃபேமிலி ஆடியன்ஸுக்கான படமாக தான் இருக்கும். இந்த படத்தில் வந்து சாண்டி மாஸ்டருடைய ஏரியாலாம் வந்து இன்னைக்கு ஜென்சி கிட்ஸ்ன்னு சொல்கிறாங்களே, அந்த பசங்களுக்கு வந்து ரொம்ப பிடிக்கிற மாதிரி ஏரியாவாக இருக்கும். அந்த வாட்சா விடாத சாங்கு அதெல்லாம் இது எல்லா ஆடியன்ஸுக்குமான ஒரு ஜனரஞ்சகமான ஒரு நல்ல ஃபேமிலியோடு போய் என்ஜாய் பண்ணிட்டு வர ஒரு நல்ல ஃபேமிலி படம் தான் அது. இருக்குது சில இடங்களில் வந்து ஸ்கிரிப்டில் இல்லாததை அவங்களே எக்ஸ்ட்ரா கொடுக்குற ரியாக்ஷன்லேயே அது ரொம்ப அழகாகிடும். அது டைலாக்காவோட மாற வேண்டிய அவசியம் இல்லை. அவங்க கொடுக்குற இந்த மூடு அப்படின்னு நம்ம சொல்லி கொடுக்கும்போது அவங்க அந்த இடத்துல கொடுக்குற எக்ஸ்பிரஷன் வந்து அன்எக்ஸ்பெக்டடாக இருக்கும். இது இப்போ இந்த ட்ரெய்லரில் பார்த்தீங்கல்ல ஊர்வசியம், அந்த ரியாக்ஷன்லாம் வந்து நான் சொன்னது ஒன்று, அவங்க கொடுத்தது ஒன்று. அதை திருப்பி கொடுங்கன்னா அவங்களுக்கு கொடுக்க தெரியாது. சார் சொல்கிறது மாதிரி தான் 10 டேக் போனால் 10 டேக்லேயும் 10 ரியாக்ஷன் கொடுப்பாங்க. அந்த மாதிரி நிறைய இடங்களில் வந்து சாரும் அம்மா எல்லாருக்குமே, அது சாண்டி மாஸ்டர் எல்லாத்துக்குமே நான் எப்போவுமே வந்து இதுதான் பண்ணணும், இந்த மீட்டருக்குள்ளே தான் பண்ணணும் அப்படின்னு ஒரு அடக்கிறது ஒரு இது கிடையாது. ஏன்னா எல்லாருமே ஒவ்வொரு கலைஞன் அவங்களுக்குள்ளே இருந்து என்னத்தை எடுத்துக்கலாம் அப்படின்னு பார்க்குற டேரக்டர்னா, அதனால் இந்த இதில் வந்து நிறைய கொடுத்துருக்காங்க ரியாக்ஷனாக. அது ரொம்ப இருக்கும். அது தேட்டரில் பார்க்கும்போதே தெரியும். இந்த படத்தில் ஏதாவது இந்த காமெடியை சொல்லுங்களே சிரிக்குது மாதிரினா சொல்லவே முடியாது. எல்லாமே வந்து சுச்சுவேஷன் காமெடியாகவே இருக்கும். அது சீனாக கோர்வையாக பார்க்கும்போது மட்டும்தான் இந்த படத்தில் வந்து அவ்வளவு காமெடிகள் இருக்கிறது தெரியும். நிறைய கொடுத்துருக்காங்க. தேங்க்யூ சார். இந்த மாதிரி தான் ஹெல்ப் பண்ணிகிட்டே இருந்தாங்க செட்டில். அண்ட் எங்கள் 2 பேருக்குமே காமெடி வந்துட்டு ஃபர்ஸ்ட் டைம் நாங்கள் ஃபுல் ஃப்ளெஜ்ட் அந்த மாதிரி ட்ரை பண்ணுறதுனால 2 லெஜெண்ட்ஸ் செட்டில் இருக்கும் போது அண்ட் பாண்டியராஜ் சாரோட கைடன்ஸ் இருக்கும் போது எங்களுக்கு ரொம்ப ஈஸியாகவும் நிறைய லெசன்ஸோட நிறைய மெமரிஸோடு அமைஞ்சுது. ஸோ ரொம்ப സ്പെഷ്യലാണ് ഫിലിം ഇത്. ഇപ്പം തമിഴ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്താരാണ്? ഓൾസോ തമിഴ് ഇപ്പം പഠിക്കാനായാലും അല്ലെങ്കിൽ ഇപ്പം തമിഴിൻ്റെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ ആയാലും ഉറുഷി മാമൊക്കെ ആയാലും സപ്പോർട്ട് ചെയ്തിരുന്നു. ഓൾസോ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന സമയത്തൊക്കെ? തമിഴ് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, പക്ഷെ ഡയലോഗ്സ് കുറേ ആയിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സാറും ഉറുഷി മാമും മലയാളി ആയതുകൊണ്ട്
എന്നെ കുറേ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് അവിടെ ADs ദിവ്യ എന്ന് പറഞ്ഞൊരു അക്കയുണ്ട്, ആ അക്ക അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ പോണതിന് മുന്നേ ഒരു ഡേ മുന്നാടി നമ്മൾ പഠിച്ചിട്ട് ഡയലോഗെല്ലാം പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകാറ്. ഇതിലൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഈ സിനിമയിലൊക്കെ? അല്ല ഐ മീൻ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു എൻട്രി എങ്ങനെയാണ്? പണ്ട് കോവിഡ് ടൈം വരുന്നപ്പോഴാണ് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കുറേ പ്രോഗ്രാംസുകൾ ചെയ്യും. അങ്ങനെയാണ് പിന്നെ കോൾസ് മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. തെലുഗു തമിഴ് നിന്നാണ് കൂടുതലും വന്നേക്കണേ. അന്ന് മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഔട്ടായപ്പോൾ നമ്മളുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് മലയാളം വന്നപ്പോൾ ഞാൻ തെലുഗുവിൽ ഒരു 1 year ആയിട്ട് അവിടെ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തേക്കായിരുന്നു. അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അല്ലാതെ ഞാൻ ചെയ്യാതെ ഇരുന്നിട്ടില്ല മലയാളം. അങ്ങനെയാണ്. പിന്നെ അവിടെയും ഇവിടെയും ചെയ്യാറുണ്ട് തെലുഗും തമിഴും. മലയാളം ഇപ്പോഴേക്കും ചെയ്യാനായിട്ട് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. വരുമ്പോൾ എന്തായാലും ചെയ്യാം.